പ്രിയ കൂട്ടുകാരെ നമസ്കാരം. സ്വാമി ശരണം. ശബരിമലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടതാണ്. അവിടുത്തെ VIP ദർശനം, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരിക്കുന്നത്. ശബരിമലയിൽ ചെല്ലുന്ന സാധാരണക്കാരനും അതുപോലെ സെലിബ്രിറ്റികൾക്കും എല്ലാവർക്കും തുല്യമായ പരിഗണന കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ശബരിമലയിൽ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ശബരിമലയ്ക്ക് പോയായിരുന്നു. അപ്പൊ ശബരിമലയിൽ നമ്മൾ അറിയാത്ത ഒരുപാട് പുതിയ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം പുതിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് 10 രൂപ മുടക്കിയാൽ ഭഗവാന്റെ തൊട്ടടുത്ത് പോയി നിന്ന് നമുക്ക് ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യമുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളൊന്ന് കേൾക്കുക. ഇപ്പൊ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യുന്നത് മാലയിട്ട് വ്രതം നോറ്റ് അതുപോലെ കെട്ട് നിറച്ചാണ് പോകുന്നത്. അപ്പൊ കെട്ട് നിറച്ച് പോകുന്ന ഭക്തന്മാര് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞാനും മറന്നു പോയതുകൊണ്ടാണ്. നിങ്ങൾക്കത് ഉണ്ടെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്. നമ്മൾ കെട്ട് നിറയ്ക്കുമ്പോഴത്തേന് നമ്മൾ അവിടെ ചെന്ന് നെയ്ത്തേങ്ങ പൊട്ടിച്ച് നെയ്യഭിഷേകത്തിന് കൊടുക്കുമ്പോഴത്തേന് ആ നെയ്യ് ഒഴിക്കാൻ ഒരു പാത്രം വേണം. പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ സന്നിധാനത്ത് നമുക്ക് പോകുന്ന വഴിക്കെല്ലാം മേടിക്കാൻ കിട്ടും. എങ്കിലും നമ്മളത് പൈസ ലാഭിക്കാനുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു പാത്രം കൊണ്ടുപോകണമെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനമായ കാര്യമാണ്. അതുപോലെ ഒരു പ്ലേറ്റോ ബേസിനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൂജാ സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി, അവിടെ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ വേണ്ടി അതുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്. ആ കൂടെ കെട്ടിന്റെ കൂട്ടത്തിൽ ഉള്ളത് നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നെയ്ത്തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണം, എന്തെങ്കിലും ഒരു പിച്ചാത്തി, പണ്ട് കാലത്തൊക്കെ വെട്ടുകത്തിയൊക്കെ കൊണ്ടുപോകായിരുന്നു. ഇപ്പൊ ഇരുമ്പിന്റെ എന്തെങ്കിലും കഷ്ണം വേണം. കാരണം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇതില്ലാഞ്ഞിട്ട് ഇത് പൊട്ടിക്കാൻ നോക്കിയിട്ട് പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആൾ അവിടെ മാർബിൾ പീസുകൾ അടിക്കുന്നത് കണ്ട് അതൊക്കെ അടിച്ചു കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ അതിനൊക്കെ ഡാമേജ് വരും. അതുകൊണ്ട് ഞങ്ങളുടെ തൊട്ടടുത്തുണ്ടായിരുന്ന അവരുടെ ഒരു ഇരുമ്പിന്റെ കഷ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ തേങ്ങ പൊട്ടിച്ചത്. അപ്പം ശബരിമലയ്ക്ക് കെട്ട് നിറയ്ക്കാൻ പോകുന്നവർ ഈ ഒരു കാര്യം പ്രത്യേകം കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വാഹന പാർക്കിംഗ് എന്ന് പറയുന്നത്. KSRTCയിലാണ് നമ്മൾ പോകുന്നെങ്കിൽ നമുക്ക് പമ്പ വരെ പോയിറങ്ങാം. നല്ല തിരിച്ച് പമ്പയിൽ തന്നെ നമുക്ക് വണ്ടി കയറി പോരുകയും ചെയ്യാം. പക്ഷെ നമ്മൾ സ്വകാര്യ വാഹനം വിളിച്ചുകൊണ്ട് പോവുകയാണ്, ടാക്സി വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 സീറ്റിന് മുകളിലോട്ടുള്ള, അതുപോലെ ഇന്നോവ തൊട്ട് മുകളിലോട്ടുള്ള വാഹനങ്ങളെല്ലാം നിലയ്ക്കലാണ് പാർക്കിംഗ്. നമ്മൾ സ്വന്തമായിട്ട് കാറിലാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഹിൽ ടോപ്പ് പാർക്കിംഗ് ഉണ്ട്, ചക്കുപാലം 1, 2 ഉണ്ട്. അപ്പം ധാരാളം പാർക്കിംഗ് അവിടെയുണ്ട്. അപ്പം ഞങ്ങൾ കാറയിലാണ് പോയത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ചക്കുപാലാണ്. ചക്കുപാലത്ത് ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് അവിടുന്ന് പിന്നെ KSRTC തൊട്ടടുത്താണ് KSRTC സ്റ്റാൻഡ്. അവിടുന്ന് KSRTC ഞങ്ങളെ ഫ്രീ ആയിട്ട് പമ്പയെ കൊണ്ടിറക്കി. ഞങ്ങൾ തിരിച്ച് പമ്പയെ വന്നപ്പോൾ അവിടുന്ന് തന്നെ ഫ്രീ ആയിട്ട് ഞങ്ങളെ KSRTCയിലും കൊണ്ടിറക്കി. അങ്ങനെ ഒരു സൗകര്യം ഈ പ്രാവശ്യം KSRTC ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വാഹനങ്ങൾ 10 സീറ്റ് താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിൽ ടോപ്പ്, ചക്കുപാലം 1, 2 ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേന് നേരിട്ട് പമ്പയിലോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ എരുമേലി വഴി പോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എരുമേലി വഴി പ്രായമുള്ളവരും നമ്മുടെ കൂട്ടത്തിൽ കുട്ടികളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവത് എരുമേലി വഴി പോവുക. അവിടുത്തെ കാഴ്ചകളെല്ലാം കാണണം. കാരണം പേട്ടതുള്ളല്, അതുപോലെ അവിടുത്തെ ക്ഷേത്രത്തിൽ നമുക്ക് അന്നദാനം ഫ്രീ ആണ്. അതുപോലെ അന്നദാനം ഫ്രീ എന്ന് പറഞ്ഞാൽ പമ്പയിൽ ചെല്ലുമ്പോഴത്തേന് അവിടെ അന്നദാന മണ്ഡപമുണ്ട് ദേവസ്വത്തിന്റെ, അതും നമുക്ക് ഫ്രീ ആണ്. അതുപോലെ സന്നിധാനത്ത് അന്നദാന മണ്ഡപമുണ്ട്, അതും നമുക്ക് ഫ്രീ ആണ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നല്ല ഫുഡാണ്. ഞങ്ങൾ ഇതെവിടെയെല്ലാം ഞങ്ങൾ കയറി കഴിച്ചതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ ടാക്സി വാഹനങ്ങളൊക്കെ ഡ്രൈവർമാരെയൊക്കെ ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ രാത്രി യാത്ര ചെയ്യുമ്പോഴത്തേന് അവർക്ക് ഉറക്കളച്ചായിരിക്കും പോകുന്നത്. അതുപോലെ വെളുപ്പിനെയൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോഴത്തേന് അവർക്ക് ചിലപ്പോൾ ഉറക്കം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഈ അടുത്തിടയിൽ ഒരുപാട് ഡ്രൈവർമാർ ഉറങ്ങിപ്പോയി കുറെ അപകടങ്ങളുണ്ട്. അപ്പം നമ്മളും കയറി കഴിയുമ്പോഴത്തേന് ഈ മല കയറിന്റെ ക്ഷീണം കൊണ്ട് നമ്മളും മയങ്ങിപ്പോവും. അത് ഒരു കാരണവശാലും പാടില്ല. അതുപോലെ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് ഡ്രൈവർമാരെ അതുപോലെ ശ്രദ്ധിച്ചോണം. അവരുടെ കാര്യങ്ങൾ, അവർ ഉറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങാനുള്ള സൗകര്യങ്ങളും വഴി നിർത്തി കൊടുക്കുക. അല്ലാതെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെല്ലണം, അല്ല നാളെ ജോലിക്ക് പോകണമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു കാരണവശാലും പോകരുത്. അതൊക്കെ നമ്മുടെ ജീവൻ അപകടത്തിലാവും. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ശബരിമലയിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ സേവനമാണ്. അപ്പൊ ഞാനത് പറയാം. അപ്പൊ നമ്മൾ പമ്പയിൽ ചെന്ന് കഴിയുമ്പോഴത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതും കൂടെ പറയാം. അതുപോലെ നമ്മളെ പമ്പയിൽ ചെന്ന് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പമ്പയിൽ ഈ പ്രാവശ്യം നമുക്ക് ഈ എണ്ണ, സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് നിരോധിച്ചിരിക്കുകയാണ്. ആരെങ്കിലും ഇങ്ങനെ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുന്നുണ്ട്, ഫൈൻ ഈടാക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ലക്ഷക്കണക്കിന് വരുന്ന ഈ ഭക്തന്മാർ അവിടെ വന്ന് കുളിക്കുകയെല്ലാം ചെയ്യുമ്പോഴത്തേന് സോപ്പ് കണ്ടമാനം പതയ്ക്കുകയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ പമ്പാജലം മലിനമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ എണ്ണ എല്ലാം അവിടെ പോലെ വഴുവഴുപ്പ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എണ്ണക്കൊപ്പി എല്ലാം വലിച്ചെറിയുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം അവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് കർശനമാക്കിയിരിക്കുകയാണ്. നമ്മൾ കൊണ്ടുവന്ന ഇരുമുടിക്കെട്ടിന്റെ അകത്ത് ഒന്നും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം ശബരിമല കൊണ്ടുപോകരുത്. അത് മുന്നോട്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും. ശബരിമല എന്നും അയ്യപ്പന്റെ പൂങ്കാവനമായിട്ട് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അവർ പറയുന്ന ദേവസ്വം പറയുന്നതും പോലീസ് പറയുന്നതും കുറെ കാര്യങ്ങൾ അനുസരിക്കണം.
അതുപോലെ തന്നെ പമ്പയിൽ വൺ വേ സംവിധാനം ആക്കിയിരിക്കണം. നമ്മുടെ ഹിൽ ടോപ്പിൽ നിന്ന് ആ ഒരു ചെറിയ പാലം വഴി നമ്മുടെ പമ്പയിലോട്ട് ഇറങ്ങുന്ന ആ പാലം വഴിയാണ് ആൾക്കാരെല്ലാം ഇറങ്ങി വേണ്ടത്. തിരിച്ചൊരു കാരണവശാലും ആ പാലത്തെ കൂടെ അങ്ങോട്ട് വിടത്തില്ല. കാരണം പാലം വീതി കുറവാന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തിരിച്ചിറങ്ങി പോകുന്ന ത്രിവേണി വഴിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ത്രിവേണി ആ പാലത്തിന്റെ സൈഡിലായിട്ട് നമുക്ക് വിരി വെക്കാനും ബലിയിടാനും ഉള്ള സംവിധാനങ്ങളെല്ലാം ഈ പ്രാവശ്യം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺലൈൻ ബുക്കിംഗിന്റെയാണ്. അപ്പൊ നമുക്ക് സാധാരണ മിക്കൊരു ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പം വേറെ നമുക്ക് പമ്പയിൽ ചെന്ന് സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോഴത്തേനും അവിടെ ചെല്ലുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് ഒരു കാരണവശാലും മറക്കരുത്. അത് കൈവശം വേണം. ആധാർ കാർഡുമായിട്ട് നമ്മൾ 10 പേര് അടങ്ങുന്ന സംഘമാണ് അവിടെ ചെല്ലുന്നെങ്കിൽ അതിൽ ഒരാളെ കൊടുത്തുവിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പോകരുത്. ഒരു കാരണവശാലും നമ്മൾ ഈ 10 പേരും അവിടെ തന്നെ ആ കൌണ്ടറിൽ തന്നെ ചെന്ന് നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് അവർ നമുക്ക് ബുക്കിംഗിന്റെ സ്ലിപ്പ് തരുന്നത്. അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചോണം. കാരണം ഒരുപാട് ത്യാഗം സഹിച്ചാണ് ആ ഉദ്യോഗസ്ഥന്മാര് 24 മണിക്കൂറാണ് ആ കൌണ്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 8 പേര് ജീവനക്കാരുണ്ട്. അപ്പൊ ഞാൻ അവിടെ വീഡിയോ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ പിന്നെ വീഡിയോ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചപ്പോഴത്തേന് എന്നോട് പറഞ്ഞ് ആൾക്കാരോടൊന്ന് പ്രത്യേകം എടുത്ത് പറയണം. കാരണം ഈ ആധാർ കാർഡ് മസ്റ്റായിട്ടും കൊണ്ടുവരണം. അതുപോലെ ഇവര് ഒരാൾ തന്നെയായിട്ട് പോരരുത്, ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഫോട്ടോ എടുത്ത് വേണം പോകാൻ വേണം. ഈ ഒരു കാര്യമാണ് പമ്പയിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ഗണപതി കോവിലേക്ക് കിടക്കാം. അതുപോലെ ഒരു പുതിയ സംവിധാനം കൂടെ ഇപ്രാവശ്യം പമ്പയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ബിൽഡിംഗ്. അപ്പൊ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പമ്പ വരെ വരുന്നവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം സുരക്ഷിതമായിട്ട്. നമ്മൾ ഗണപതി കോവിലിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ കെട്ട് നിറയ്ക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പൊ എല്ലാവരും ഈ ഓൺലൈനായിട്ട് ഇപ്പം പലയിടത്തും ഇപ്പം നമ്മൾ തിരുനക്കര ചെന്ന് അവിടുന്ന് കെട്ട് നിറയ്ക്കാം. നമുക്ക് ക്ഷേത്രങ്ങളിൽ ഏത് ക്ഷേത്രങ്ങളിൽ നിന്ന് വേണേൽ കെട്ട് നിറയ്ക്കാം. അവിടെ ശബരിമലയില് ഗണപതി കോവിലിൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കെട്ട് നിറച്ച് കിട്ടും. അപ്പൊ നമ്മൾ ചിലർ വീട്ടുകളിൽ പന്തലിട്ട് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ പോകുന്നവരെല്ലാം പന്തലിട്ട് പോകുന്നു. അപ്പം ഇവിടുന്ന് കെട്ട് മുറിക്കാന്ന് പറഞ്ഞാലും ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു പാത്രം കൈ കരുതണം, ഒരു പ്ലേറ്റ് കൈവശം കരുതണം, അതുപോലെ നെയ്ത്തേങ്ങ പൊട്ടിക്കാനുള്ള എന്തെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണവും കൈ കരുതേണ്ടതാണ്. അപ്പൊ നമുക്ക് പിന്നെ ഒരു കാരണവശാൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ലഹരി ഉൽപ്പന്നങ്ങൾ ശബരിമലയ്ക്ക് കൊണ്ടുപോകരുത്. കാരണം ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേരെ പിടിച്ചവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളുണ്ട്. ലഹരി ഉള്ള ഈ ഹാൻസ് അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഇഷ്ടംപോലെ വരുന്ന മുഴുവൻ. അതുപോലെ സന്നിധാനത്തെല്ലാം മിക്ക ദിവസം പത്രത്തിലൊക്കെ വായിക്കുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെന്ന് പറയാം. പക്ഷെ ഇത് ഒരു കാരണവശാലും ശബരിമലയിൽ ഇത് അനുവദിക്കുന്നതല്ല. അപ്പൊ ഒരു കാരണവശാലും ഇത് കൊണ്ടുപോകരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ ഒരു പുതിയ സംവിധാനം കൂടെ ഇപ്രാവശ്യം പമ്പയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒരു ബിൽഡിംഗ്. അപ്പൊ അവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും പമ്പ വരെ വരുന്നവർക്ക് അവിടെ താമസിക്കുകയും ചെയ്യാം സുരക്ഷിതമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഗണപതി കോവിലിനകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ്. അതുപോലെ സന്നിധാനത്തും ബാക്കിയുള്ള വഴികളിലൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പൊ സന്നിധാനത്ത് ഫോട്ടോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫോൺ പിടിച്ച് മേടിക്കുന്നുണ്ട്. അതുപോലെ ഫൈൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഫൈനൊക്കെ ഈടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും സന്നിധാനത്ത് ഫോൺ ഉപയോഗിക്കരുത്. അത് പോലീസ് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മല കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യമാണ് പറയുന്നത്. നമ്മൾ ഗണപതി കോവിലിന്റെ അവിടുന്ന് മല കയറുമ്പോഴത്തേന് കഴിവതും നീലിമല വഴി തന്നെ കയറുക. അയ്യപ്പൻ റോഡ് എളുപ്പമാണ്. അപ്പൊ ഇതിലൊക്കെ പ്രായമുള്ളവര്, അതുപോലെ ഈ കോവിഡ് വന്നതിന് ശേഷം എന്തെങ്കിലും അസുഖങ്ങളെ അങ്ങനെയുള്ള കാര്യമുള്ള ആൾക്കാർ ഒരു കാരണവശാലും അയ്യപ്പൻ റോഡ് വഴി പോകരുത്. അവർ നീലിമല വഴി തന്നെ കയറിപ്പോണം. കാരണം ആ വഴി ഒരുപാട് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നീലിമലയിലൊക്കെ അവിടെ ഇഷ്ടംപോലെ പന്തലുകൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് മഴയുടെ വലിയ ശല്യങ്ങൾ ഉണ്ടാകത്തില്ല. അതുപോലെ ഇരിക്കാൻ സൗകര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എല്ലാം നീലിമല പാതയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് പതുക്കെ, അതുപോലെ മല കയറുമ്പോഴത്തേന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളോ കാര്യങ്ങളുള്ളവര് പതുക്കെ മാത്രമേ മല കയറാവുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ സ്പീഡിലൊക്കെ കയറിപ്പോ അവരുടെ ഒപ്പം ഒരു കാരണവശാലും പോകരുത്. എല്ലായിടത്തും ഇരുന്ന് വിശ്രമിച്ചിട്ട് പതുക്കെ മാത്രമേ മല കയറുള്ളൂ. ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ വാർത്തയിൽ വായിച്ചാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ഉടനടി മല കയറുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു വിമ്മിഷ്ടം പോലെയൊക്കെ ഉണ്ടാവും. അതൊരു കാരണവശാലും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. സന്നിധി നമുക്ക് ദർശന സമയം ഇഷ്ടം പോലെയുണ്ട്. ധൃതി കൂട്ടി ആരും ഇങ്ങനെയുള്ള കാര്യത്തിന് മുതിരരുത് കേട്ടോ. അതുപോലെ തന്നെ മല കയറുമ്പോഴത്തേനും ഇപ്പൊ ശബരിമലയിൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. അപ്പൊ നമ്മൾ ഈ 100 രൂപയുടെ ആണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ റെയിൻകോട്ട് കരുതുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ അവിടുന്ന് ഇരുമുടിക്കെട്ടും ഇതെല്ലാം നനയാതെ ഇരിക്കും. അതുപോലെ നമ്മൾ അവിടുന്നൊക്കെ അരവണ, അതുപോലെ അവിടുന്ന് പ്രസാദങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേന് ഈ കോട്ടുണ്ടെന്നുണ്ടെങ്കിൽ നനയാതിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് എന്റെ മാത്രമേ ഉള്ളായിരുന്നു കോട്ട്. ബാക്കിയുള്ളവരുടെ കോട്ടിൽ അവരെ ഇതെല്ലാം നനയേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറ്റിയുകൊണ്ടാണ്. നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക.
അങ്ങനെ മല കയറി നമ്മൾ നടപ്പന്തലിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് നമുക്കവിടെ ഈ പ്രാവശ്യം ഒരുപാട് സേവനങ്ങളെന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥരെ അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. അതുപോലെ ദേവസ്വത്തിന്റെ, അതുപോലെ നടപ്പന്തലിനകത്ത് ബിസ്ക്കറ്റ് വിതരണമുണ്ട്, അതുപോലെ വെള്ളം വിതരണമുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് നടപ്പന്തലിനകത്ത് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് വെള്ളം കിട്ടാതെയൊക്കെ മീഡിയയിലൊക്കെ വാർത്ത വന്നതാണ്. ആ ഒരു കാര്യങ്ങൾ ഈ പ്രാവശ്യം പരിഹരിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകളും ഇല്ല. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്ക് പ്രത്യേക ക്യൂ ഉണ്ട്. അത് ഈ പ്രാവശ്യമാണ് ചെയ്തിരിക്കുന്നത്. അവര് മറ്റേത് നമ്മുടെ ഒപ്പം തന്നെ അവർ നിൽക്കണമായിരുന്നു. ഈ പ്രാവശ്യം അവർക്ക് നേരെ ചെന്ന് നമുക്ക് 18-ാം പടിക്ക് താഴെ അവർക്ക് ചെല്ലാൻ പറ്റും. അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ആണെങ്കിലും അതുപോലെ കൊച്ചുകുട്ടികളുടെ കയ്യിൽ മറ്റേ റിബൺ ബാൻഡ് കിട്ടുന്നുണ്ട്. അതല്ല അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അതുപോലെ കൂട്ടം തെറ്റിപ്പോയാലും പെട്ടെന്ന് കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കുറ്റമറ്റ രീതിയിലുള്ള സംവിധാനമാണ് നടപ്പന്തലിലും ഈ പ്രാവശ്യം നടപ്പാക്കിക്കുന്നത്. അങ്ങനെ നമ്മൾ 18-ാം പടി കയറി ശ്രീകോവിലിന് മുന്നിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അന്നേരമാണല്ലോ നമ്മൾ ഈ പറഞ്ഞ VIP ദർശനത്തെ പറ്റി പറഞ്ഞത്. നമ്മൾ ഏറ്റവും പുറകിൽ നിന്ന് കാണുന്ന കുറെ ആൾക്കാർ മുന്നിക്കൂടെ വന്ന് കയറി പോകുമ്പോഴത്തേന് നമ്മുടെ മനസ്സിലൊരു ചെറിയൊരു പ്രയാസം എല്ലാവർക്കും തോന്നുന്നു. നമുക്ക് അത്രയ്ക്ക് അടുത്ത് നിന്ന് ഭഗവാനെ കാണാൻ എന്താ വഴിയെന്നുള്ളത്. പക്ഷെ അതിനുള്ള വഴിയുണ്ട്. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ അവിടെ ഈ VIP ദർശനം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദിലീപ് വന്ന് കോടതി ഇടപെടുകയൊക്കെ ചെയ്തു. അപ്പം VIP ഞാൻ അതിന്റെ അത് ഇങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് കോടതി പറഞ്ഞത് ശരിയാണ്. അവിടെ വരുന്ന ആൾക്കാരെല്ലാം തുല്യ പ്രാധാന്യമായിരിക്കണം. അതുപോലെ സെലിബ്രിറ്റി എന്നില്ല, സാധാരണക്കാരനില്ല, എല്ലാവർക്കും തുല്യമായ പ്രാധാന്യം. തത്വമസി, അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പം ദിലീപ് വന്നു. ദിലീപിന്റെ കൂട്ടത്തിലൊരു, കാരണം അവിടെ ആള് കൂടും, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അത് തെക്കും തിരക്ക് അവിടെ ഉണ്ടായി കഴിയുമ്പോഴത്തേന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. അതിനൊരു പോലീസ് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. അപ്പം അത് ഞാൻ പലരും വന്നിട്ടുണ്ട്. ഇപ്പം ദിലീപ് തന്നെയല്ല, നേരത്തെ നമ്മുടെ ജയറാമൊക്കെ പതിവായിട്ട് വരുന്നതാണ്. പല സിനിമ, നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് സിനിമാടന്മാരെല്ലാം വന്നപ്പോഴും നമ്മൾ BDKടെ കണ്ടതാണ്. അവരുടെ കൂട്ടത്തിൽ എപ്പോഴും പോലീസുകാരുണ്ട്. അവരെ കൊണ്ട് ഫ്രണ്ട് നിർത്തി കാണിക്കുന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്തില്ലെങ്കിൽ നാളെ ഈ പറയുന്ന ആൾക്കാർ പറയും അവിടെ ഒരു ഉന്തും തള്ളും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് കൂടെ പോയില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടെ വരുന്നു. അപ്പൊ നമുക്ക് ഈ ഭഗവാനെ തൊട്ടടുത്ത് കാണാൻ എന്താ വഴി എന്നുള്ളത് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ ഭഗവാനെ തൊഴുത് നേരെ മാളിയപ്പുറത്തേക്കാണ് പോകുന്നത്. അവിടെ പോയിരുന്നാണ് നമ്മൾ പ്രസാദത്തിന്റെ കാര്യങ്ങളെല്ലാം കെട്ടെല്ലാം അഴിച്ച് അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞ ആ പാത്രത്തിന്റെ കാര്യമൊക്കെ അന്നേരമാണ് നിങ്ങൾക്ക് ആവശ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് നെയ്യ് പകർത്തും. ആ പകർത്തി കഴിഞ്ഞാൽ ആ നെയ്യ് കൊണ്ടുപോയി നമ്മൾ നെയ്യ് അഭിഷേകത്തിന് കൊടുക്കണം. മിക്കവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ധൃതിയാണ്. അപ്പം വർഷത്തിലൊന്നാ ശബരിമലയ്ക്ക് പോകുന്നത്. അവിടെ ചെന്നാലും നമുക്ക് ധൃതിയാണ്. പെട്ടെന്ന് ഭഗവാനെ കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങണം. നാളത്തെ കാര്യത്തെപ്പറ്റിയാണ് നമ്മുടെ ചിന്തയല്ല. അതൊരു കാരണവശാലും പാടില്ലെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം നോയമ്പെടുത്ത് പോകുമെന്ന് പറയുമ്പോൾ ആ നോയമ്പെടുക്കുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ കുട്ടികൾ, അവരെല്ലാരും ആ നോയമ്പിന്റെ അകത്ത് പങ്കാളികളാണ്. ആ ഒരു വീടെന്ന് പറഞ്ഞാൽ ആ രീതിയിലാക്കിയിട്ടാണ്. അതുപോലെ ഈ 2-3 ദിവസമായിട്ടൊന്നും നിങ്ങൾ നോയമ്പെടുത്ത് ഏറ്റവും കുറഞ്ഞൊരു 10 ദിവസമെങ്കിലും നിങ്ങൾ നോയമ്പെടുക്കണം. കാരണം വർഷത്തിൽ ഒരു പ്രാവശ്യമല്ലേ മലയ്ക്ക് പോകുന്നത്. അപ്പൊ അത് ചെയ്തിട്ട് നിങ്ങൾ പോവുക. അത് ഞാൻ എന്റെ ഒരു അപേക്ഷയാണ്. അപ്പൊ നമ്മൾ പൊട്ടിച്ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഒരാള് 10 പേരാ പോകുന്നെങ്കിൽ ഒരാടയിലോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും, അല്ലെങ്കിൽ തോണി കൊണ്ടൊഴിക്കാൻ പറയും. അദ്ദേഹം കൊണ്ടുപോയി തോണിയിൽ ഒഴിക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ പറയുന്നത് തോണിയിൽ ഒഴിക്കരുതെന്നാണ് എന്റെ അഭിപ്രായമാണ്. അത് തെറ്റാണെങ്കിൽ പറഞ്ഞതിന്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ നെയ്ത്തേങ്ങ പൊട്ടിച്ചെടുത്ത നെയ്യ് അഭിഷേകം ചെയ്യണം തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ അഭിഷേകത്തിന് പോകുമ്പോഴത്തേന് നമ്മൾ സാധാരണ ഒരാള് പാത്രമായിട്ടല്ല, പാത്രത്തിലെ നെയ്യായിട്ട് അവിടെ പോയി 10 രൂപ മുടക്കിയാല് അഭിഷേകത്തിന്റെ കൂപ്പൺ അവിടെ കിട്ടും. അത് നിങ്ങൾ കൂപ്പൺ എടുക്കുക. എന്നിട്ട് പുലർച്ചെ നെയ്യഭിഷേകത്തിന്റെ സമയത്ത്, കാരണം മിക്കവർക്കും സമയങ്ങളുണ്ടല്ലോ, ആ സമയം നോക്കി നെയ്യഭിഷേകത്തിന് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. സന്നിധാനത്ത് വെയിറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ആ നെയ്യഭിഷേകത്തിന് നമ്മുടെ ഈ ഒരാൾ മാത്രമല്ല, നമ്മുടെ കൂടെ എത്ര പേരുണ്ടോ അത്രയും പേരും കൂടെ ആ കൂട്ടത്തിൽ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞ് നെയ്യഭിഷേകത്തിന് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മൾ ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ചാണല്ലോ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞ് നമ്മുടെ ആ പാത്രം തിരിച്ചു തന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് വീണ്ടും ഒരു ദർശനവും കൂടെ ദേവസ്വം ബോർഡ് തരുന്നുണ്ട്. അതെല്ലാവർക്കും ഉള്ളതാണ്. ആ ദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭഗവാനെ തൊട്ടടുത്ത് നിന്ന് കാണാം. കാരണം നിങ്ങൾക്ക് നമ്മൾ കയറി വരുമ്പോഴത്തേന് ആദ്യം നമ്മൾ ശ്രീകോവിലിന്റെ ഏറ്റവും പുറകിൽ നിന്നാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്. എന്നാൽ നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് നമ്മളെ കയറ്റി വിടുന്നത് ശ്രീകോവിലിന്റെ ഫ്രണ്ടിൽ കൂടെയാണ്. ഈ VIP ദർശനം എന്ന് പറയുന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ ദിലീപ് നിന്ന് ആ സോപാനത്തോട്ടാണ് നമ്മളെ കടത്തിവിടുന്നത്. അപ്പം ആ സോപാനം വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ഭഗവാനെ ഏറ്റവും അടുത്തായിട്ട് കാണാൻ വേണ്ടി വെറും 10 രൂപ മുടക്കി ഈ ഒരു കൂപ്പൺ എടുത്ത് നമ്മൾ പോകുന്നവരെല്ലാം നെയ്യഭിഷേകത്തിൽ പങ്കാളികളാകുകയാണെങ്കിൽ നമുക്ക് ഭഗവാനെ തൊട്ടടുത്ത് കാണാൻ പറ്റും. അങ്ങനെ ശബരിമല സന്നിധാനത്തിൽ ദേവസ്വം ബോർഡിന്റെ അന്നദാന മണ്ഡപമുണ്ട്. അപ്പം അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് അന്നദാനം കിട്ടും. നല്ല ഭക്ഷണമാണ്, ഞങ്ങളെല്ലാം കഴിച്ചതാണ്.
അപ്പം അത് നിങ്ങൾ പങ്കാളികൾ, അതുപോലെ തന്നെ ശബരിമല സന്നിധാനത്ത് നിന്ന് ഹരിവരാസനം കേൾക്കുക എന്ന് പറയുന്നത് അതിനോളം സുഖമുള്ള വേറെ ഒന്നുമില്ല. ആ ഒരു പ്രത്യേക ഒരു ഫീൽ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ ഇതുവരെ നമ്മൾ ഓരോ പ്രാവശ്യം ശബരിമലയിലോട്ട് നമുക്ക് ചെല്ലാൻ തോന്നി ഇതൊരു കേൾക്കാൻ വേണ്ടിയാണ്. കാരണം ആ മലയുടെ നടുക്കുള്ള ആ ക്ഷേത്രം എല്ലാ മലകളിലും അത് പ്രതിഫലിക്കുന്ന അതുപോലെ നമ്മുടെ ചെവിയിലേക്ക് ഹരിവരാസനം കേൾക്കുന്നത് അതുപോലെ തന്നെ ഒരു പുണ്യമാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ഇവരെയൊക്കെ എത്ര നമ്മളോട് നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കാരണം അവരുടെയൊക്കെ സേവനം എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഏത് കാര്യം ഉണ്ടെങ്കിലും എന്ത് വേണേലും അവരോട് ചോദിക്കുകയും ചെയ്യാം. അവരെല്ലാത്തിനും സഹായമായ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തരും. അതുപോലെ 18ാം പടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സേവനം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ അതുപോലെ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ യാതൊരു പ്രശ്നമില്ലാതെ ആൾക്കാർക്കെല്ലാം സുഖമായി ഭഗവാനെ ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇതുകൊണ്ട് തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത ഒരു മണ്ഡലകാലമായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. സ്വാമി ശരണം. ഞാൻ ഈ പറഞ്ഞതിന്റെ അകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, ഞാൻ വിട്ടുപോയ കാര്യങ്ങളോ നിങ്ങളുടെ അറിവിൽപ്പെട്ട എന്തെങ്കിലും കാര്യം നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ശബരിമലയിൽ ഇവിടുന്ന് കെട്ടുമുറുക്കി പോകുന്നതും തൊട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്നിടം വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഉടനെ തന്നെ ചാനലിന്റെ അകത്ത് വരുന്നതായിരിക്കും. അത് കുറെ എഡിറ്റിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.